കൂട്ടുകാർക്ക് നമസ്കാരം. പുതുവത്സരമെല്ലാം എല്ലാവരും ആഘോഷിച്ചില്ലേ? എങ്ങനെയുണ്ട് 2016? ഈ 2016 നമുക്ക് ബുദ്ധിമാനായ ഒരു മുയലിന്റെ കഥ കേട്ടാലോ? പണ്ടൊരിടത്ത് ഒരു രാജ്യത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. ഈ കാട്ടിൽ പലതരത്തിലുള്ള ജീവികൾ ജീവിച്ചിരുന്നു. ആന, മാൻ, കുറുക്കൻ, ചെന്നായ, പലതരത്തിലുള്ള പക്ഷികൾ, അങ്ങനെ ഒത്തിരി മൃഗങ്ങൾ. ഇവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹം വന്നു. ആ സിംഹം എന്നും വേട്ടയാടാൻ തുടങ്ങി ഈ മൃഗങ്ങളെ. അവൻ രാവിലെ ഇറങ്ങി ഗർജിച്ചുകൊണ്ട് വനത്തിൽ കൂടി നടക്കും. കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം ആക്രമിച്ച് കൊല്ലും. ഈ സിംഹത്തിന് വിശപ്പൊന്നും ഇല്ലെങ്കിലും അവൻ വെറുതെ ഇങ്ങനെ മറ്റു മൃഗങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇത് മറ്റു മൃഗങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായി. അവർക്ക് പേടിച്ചിട്ട് അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ ഗുഹകളിൽ നിന്ന്, അവരുടെ മാളത്തിൽ നിന്ന് ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൃഗങ്ങളെല്ലാം കൂടി ഒരു ദിവസം ഈ സിംഹം കാണാതെ ഒരിടത്ത് ഒത്തുകൂടി. എന്നിട്ട് അവരിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാകും. കൂട്ടത്തിലുണ്ടായിരുന്ന ആന പറഞ്ഞു, നമുക്കിങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങാനേ പറ്റില്ല. മാളത്തിൽ തന്നെ ഇരുന്ന് പട്ടിണി കിടന്ന് ചത്തുപോകേണ്ടി വരും. എലിയുടെ അഭിപ്രായം ഇതായിരുന്നു. നല്ലതുപോലെ വയറു നിറച്ച പുല്ല് നിന്നിട്ട് കാലം കുറയായി. മാനുകളും സങ്കടം പറയാൻ തുടങ്ങി. ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു ചെന്നായ പറഞ്ഞു, ഈ സിംഹം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കുകയുമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും കൂടി സിംഹത്തിന്റെ അടുക്കൽ ചെല്ലാം. ചെന്നിട്ട് സിംഹത്തിന്റെ അടുക്കൽ പറയാം, നാളെ മുതൽ സിംഹം നായാട്ടിന് പോകണ്ട. കാട്ടിലിറങ്ങി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഓരോ ദിവസവും സിംഹത്തിന് ഭക്ഷണമായി സിംഹത്തിന് മുന്നിൽ വരും. അപ്പോൾ സിംഹത്തിന് അവരെ പിടിച്ചു തിന്നാൻ മതിയല്ലോ. എല്ലാവരും കൂടെ ആലോചിച്ചു. അപ്പോൾ അവർക്കും തോന്നി, ഇത് കൊള്ളാം. സിംഹം അലഞ്ഞു തിരിഞ്ഞ് ഇതുവഴിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കൊന്നും പുല്ല് തിന്നാൻ പോലും പറ്റില്ല. നമുക്കൊന്നും വിശപ്പടക്കാൻ പോലും പറ്റില്ല. അത് മാത്രവുമല്ല, അത് കണ്ണിൽ കാണുന്നവരെല്ലാം ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്യും. ഇതാവുമ്പോൾ ഒരു ദിവസം ഒരു മൃഗത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ കഷ്ടം. അങ്ങനെ അവരെല്ലാവരും കൂടി ഈ സിംഹത്തിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഞങ്ങളുടെ രാജാവാണ്. അങ്ങേക്കുള്ള ഭക്ഷണം അങ്ങയുടെ മുന്നിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ താങ്കളുടെ ഭക്ഷണമായി അങ്ങയുടെ മുന്നിൽ വരും. അപ്പോൾ അങ്ങേക്ക് നായാട്ടിന് പോകേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളിൽ ഒരാളെ എല്ലാ ദിവസവും പിടിച്ചു തിന്ന് അങ്ങേക്ക് വിശപ്പ് മാറ്റാം. രാജാവിന് സന്തോഷമായി. സിംഹത്തിന് അവൻ വിചാരിച്ചു, ഇവന്മാരെന്തൊരു മണ്ടന്മാരാണ്. സ്വന്തമായി എൻ്റെ അടുക്ക് വന്നു തരാമെന്ന് എൻ്റെ ആഹാരത്തിന്. എന്താണേലും കൊള്ളാം. നാളെ മുതൽ എനിക്ക് നായാട്ടിന് പോകണ്ടല്ലോ. സുഖമായി ഇവിടെ കിടന്നുറങ്ങാം. ആവശ്യത്തിന് ഭക്ഷണവും കിട്ടും. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഓരോ മൃഗങ്ങളും എന്നും സിംഹത്തിന്റെ അടുക്കൽ ചെല്ലും. ആദ്യം ഒരാട് പോയി സിംഹം അതിനെ കണ്ടുപിടിച്ചു തിന്നു. അടുത്ത ദിവസം ഒരു മാൻ പോയി സിംഹം അതിനെ പിടിച്ചു തിന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ പോയി സിംഹം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഒരു ദിവസം മോട്ടുമുയലിന്റെ ഊഴം വന്നു. അന്നത്തെ ദിവസം മോട്ടുമുയലാണ് സിംഹത്തിന്റെ ആഹാരമായി പോകുന്നത്.
അറിയാമല്ലോ, സിംഹത്തിന് ആഹാരമായി പോയി കഴിഞ്ഞാൽ അത് പിടിച്ചു തിന്നും. മോട്ടുമുയൽ ഇങ്ങനെ ആലോചിച്ചു, ഈ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം. അവനിങ്ങനെ ആലോചിച്ചുകൊണ്ട് സിംഹത്തിന്റെ അടുക്കിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയിൽ അവനൊരു പൊട്ടക്കുളം കണ്ടു. കുളം അവന് നോക്കി. അപ്പൊ അതിനകത്ത് വെള്ളമുണ്ട്. അവനിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. എന്താണൊരു മാർഗം? ഈ സിംഹത്തിനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുകയും വേണം, മറ്റുള്ള മൃഗങ്ങളെ രക്ഷിക്കുകയും വേണം. കൂട്ടത്തിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചില്ലെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടമാവും. അങ്ങനെ അവൻ ആലോചിച്ച് അവനൊരു ബുദ്ധി തോന്നി. അവൻ പതുക്കെ സിംഹത്തിന്റെ അടുത്ത് ചെന്നു. സിംഹം വളരെ കോപാകുലനായി അവിടെ ഇരിക്കുകയാണ്. ദേഷ്യത്തോടെ സിംഹം ചോദിച്ചു, ഹേ മുയലേ, നീ എന്താണ് വരാൻ എത്ര താമസിച്ചത്? എനിക്കാണെങ്കിൽ വിശക്കുന്നു. അപ്പോൾ മോട്ടുമുയൽ കരയാൻ തുടങ്ങി. അതുകൊണ്ട് സിംഹം ചോദിച്ചു, ഞാൻ നിന്നെ പിടിച്ച് തിന്നാൻ പോവുകയാണ്, അതുകൊണ്ടാണോ നീ കരയുന്നത്? അപ്പോൾ മോട്ടുമുയൽ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല പ്രഭു, അതുകൊണ്ടല്ല. അങ്ങ് എന്നെ പിടിച്ച് തിന്നുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം അങ്ങ് രാജാവാണ്. രാജാവിന്റെ കൈകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ സിംഹത്തിന് തോന്നി, പിന്നെന്താണ് ഈ പറയുന്നത്? സിംഹം ചോദിച്ചു, പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ മോട്ടുമുയൽ പറഞ്ഞു, രാജാവേ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് അങ്ങേക്ക് ആഹാരം വാങ്ങാൻ ഇന്ന് വന്നത്. പക്ഷെ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം എൻ്റെ കൂട്ടുകാരനെ പിടിച്ചു തിന്നു. അവൻ നമ്മളുടെ രാജാവിനെ, അതായത് അങ്ങേ വന്നിട്ട് വെല്ലുവിളിച്ചു. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കരയുന്നത്. ഇത് കേട്ടതും സിംഹത്തിന് ദേഷ്യമായി. എന്ത്, ഈ കാട്ടിൽ വേറൊരു രാജാവോ, അതും എന്നെ വെല്ലുവിളിക്കാൻ? അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. നീ എൻ്റെ കൂടെ വാ, ഒന്നെന്നെ കാണിച്ചു ആ രാജാവിനെ, ആ സിംഹത്തിനെ. മോട്ടുമുയൽ വിചാരിച്ചു, ബുദ്ധി ഫലിക്കുന്നുണ്ട്. മോട്ടുമുയൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ എങ്കിൽ പോയേക്കാം. അവൻ ആ സിംഹത്തിനെ വിളിച്ചുകൊണ്ട് പയ്യെ നടന്നു. വന്ന വഴി അവൻ പൊട്ടക്കിണറിന്റെ അടുക്കിലേക്കാണ് ഈ സിംഹത്തിനെയും കൊണ്ട് അവൻ പോയത്. ആ കുളത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവൻ സിംഹത്തിനടുത്ത് പറഞ്ഞു, രാജാവ് ഇതിനുള്ളിലാണ് അവൻ, അങ്ങ് അങ്ങോട്ട് നോക്കൂ. സിംഹം പെട്ടെന്ന് ദേഷ്യത്തോടുകൂടി ആ കിണറ്റിലേക്ക് നോക്കി. അപ്പോൾ എന്താണ് കണ്ടതെന്നോ? സിംഹം നോക്കുമ്പോൾ അതാ വേറൊരു സിംഹം ആ കുളത്തിൽ. അത് മറ്റൊരു സിംഹമൊന്നും ആയിരുന്നില്ല. ആ കിണറ്റിലെ വെള്ളത്തിൽ ഈ സിംഹത്തിന്റെ പ്രതിബിംബം വന്നതാണ്. പക്ഷെ മണ്ടനായ സിംഹം ഇതുവല്ലോ അറിയുന്നുണ്ടോ? സിംഹം നോക്കുമ്പോൾ അതാ മറ്റൊരു സിംഹം ആ കുളത്തിൽ. അവൻ ഉച്ചത്തിൽ ഗർജിച്ചു, എടാ വിഡ്ഢി, എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോ നീ? ഒറ്റ ഗർജിക്കൽ. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ കിണറ്റിൽ നിന്ന് ഈ സിംഹത്തിന്റെ ശബ്ദം തന്നെ പ്രതിധ്വനിച്ചു. ഇത് കേട്ട് കോപാകുലനായ സിംഹം ദേഷ്യത്തോടെ ആ കിണറ്റിലേക്ക് ചാടി മറ്റേ സിംഹത്തിനെ വകവരുത്താനായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കിണറ്റിൽ വീണ സിംഹം പിന്നെ അതിന് മേലിൽ കയറി വരാൻ പറ്റില്ലല്ലോ. ആ കിണറ്റിലെ വെള്ളത്തിൽ വീണ് ചത്തുപോയി. ഇത് കണ്ട് സന്തോഷത്തോട് മോട്ടുമുയൽ കാട്ടിലേക്ക് ഓടി. എന്നിട്ട് മറ്റു മൃഗങ്ങളുടെ അടുക്കളെല്ലാം പറഞ്ഞു, ഞാൻ ആ സിംഹത്തിനെ കിണറ്റിൽ തള്ളിയിട്ടു. ഇനി നമ്മൾ ആരും പേടിക്കണ്ട, നമുക്ക് സ്വൈര്യത്തോടുകൂടി ഇവിടെ കഴിയാം. മറ്റു മൃഗങ്ങളെല്ലാം മോട്ടുമുയലിനെ അഭിനന്ദിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബുദ്ധിയുണ്ടെങ്കിൽ മാർഗവുമുണ്ട്.